ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഇല്ലാതെ നമുക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ ജിമ്മിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളും പോരെ, ഒട്ടും സമയം കളയണ്ട. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ പിൻ നമ്പർ ഉണ്ടല്ലോ, മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അത് ഓർത്തോണം. പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾ സ്കാനിങ്ങിന് ഉള്ള പരിപാടിയെല്ലാം ഫോണിൽ ശരിയാക്കി കൊണ്ടുവരണം. ഇപ്പോഴത്തെ ടെക്നോളജി അങ്ങ് വളർന്ന് നമ്മുടെ കൈവിട്ട് പോയി. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അപ്പോൾ ഇതാണ്ടേ അങ്ങോട്ട് കയറി കഴിയുമ്പോഴോ, വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ വിശാലമായ ജിമ്മ്. കയറി ഉടനെ ആദ്യത്തെ മെഷീനിൽ അങ്ങ് കലാപരിപാടി തുടങ്ങി. നമ്മുടെ കൈയും കാലും ഹാർട്ടും ഒക്കെ ഒന്ന് ശരിയാക്കണം അല്ലേ. അപ്പം അതിനുള്ള പരിപാടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. കുശലമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടാണ് കേട്ടോ ഇത് തുടങ്ങുന്നത് തന്നെ. കാരണം അവിടുത്തെ പാട്ടും കൂത്തും അതങ്ങോട്ട് കതക് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബാണ്. ആ എനർജി നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കിക്കേ, ഞാൻ ഇതിലേക്ക് പോയിച്ചു വന്നപ്പോഴത്തേനും അമ്മയും മോളും അംഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഞാനോ നീയോ ആര് ജയിക്കും എന്നുള്ള മട്ടിലാണ് അവരുടെ കലാപരിപാടികൾ. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ഏതായാലും നമ്മുടെ അടുത്തുള്ളവരല്ലേ, ദൂരെ എങ്ങും പോകണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് പിന്നെ ഒന്നിനും സമയമില്ല. എന്നാണ് നമ്മൾ പരാതിപ്പെട്ടിയായി 24 മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ പറയും അയ്യോ സമയമില്ല. എന്താ, നമ്മൾ നമ്മുടെ കാര്യത്തിന് ഒരു പ്രയോറിറ്റിയും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സമയവും കിട്ടാത്തത്. നമ്മൾ നമ്മുടെ കാര്യത്തിനൊന്ന് പ്രയോറിറ്റി കൊടുത്തു നോക്കിക്കേ, ഈ 24 മണിക്കൂർ നമുക്ക് മിച്ചമായിരിക്കും. അയ്യോ, ഇവരെന്തും കരുതി കൂട്ടി വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇവരെന്തോ ഒരു ടാർഗറ്റ് കരുതിയിട്ടുണ്ട് മനസ്സിൽ. അവരത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് കാണാമല്ലോ അല്ലേ. ഇത് തോറ്റു പിന്മാറാനൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല. ഞാൻ അതിലെല്ലാം പോയിച്ച് വന്നിട്ടുണ്ടല്ലോ. എപ്പോഴും എൻ്റെ പണി എന്നറിയോ, ഈ ട്രെഡ്മില്ലിലാണ് ഞാൻ എൻ്റെ റെസ്റ്റ് പ്ലേസ്. അത് പതുക്കെ നടക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മെഷീനിലോട്ട് പോകാറാകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ ശരിക്കും ഒരു എനർജിയൊക്കെ സംഭരിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അയ്യോ, ഇതിലോട്ട് കയറണമെങ്കിൽ നല്ല എനർജി വേണം. കാരണം കാലിലും കൈക്കൊക്കെ നല്ല ആയാസം ഉണ്ടെങ്കിലേ ഈ സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ളൂ. എനിവേ നമ്മൾ വിട്ടുകൊടുക്കാനല്ലല്ലോ പോയത്, നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. നോക്കിക്കേ, ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളെ വെള്ളം കുടിപ്പിക്കുമെന്ന് പറയും. ഇതിന് നമ്മളെ ആരും വെള്ളം കുടിപ്പിക്കേണ്ട, നമ്മൾ തന്നെ കുടിച്ചോളും. കാരണം നമ്മൾ അത്രയും മടുക്കും. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അത് വേറെ നമുക്ക് പോകാം. അപ്പോൾ വേറെ മെഷീനിലോട്ട് കയറാൻ പോകുന്ന വഴിക്ക് ഇതാ വീണ്ടും അമ്മയും മോളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഇതെന്ത് ഭാവിച്ചാണ് ഇവർ തുടങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? ഉടനെ വരാൻ സാധ്യതയില്ലല്ലേ. നമ്മളൊന്നോർത്തോണം, നമ്മളെ നോക്കാതെ നമ്മളിങ്ങനെയൊക്കെ കളയുന്ന സമയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ നോക്കാതെ നമ്മുടെ ശരീരത്തെ നോക്കാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, അസുഖം വന്നു കഴിയുമ്പോഴത്തെ കാര്യം കേട്ടോ പറയുന്നത്. പിന്നെ ആശുപത്രിക്കാർക്ക് ബുദ്ധിമുട്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഫാർമസിയിലെ മരുന്ന് മുഴുവൻ മേടിച്ച് തിന്ന് നമ്മുടെ കിഡ്നി അങ്ങോട്ട് അടുപ്പിച്ചങ്ങ് കളയും. അപ്പം നമുക്ക് സമാധാനമാകും. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ സമയം നമ്മൾ യൂസ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് നല്ല വെതറാണെങ്കിൽ ഇറങ്ങി നടന്നുകൂടെ? നമ്മൾ നടക്കത്തില്ല. അതെന്നാന്ന് ചോദിച്ചാൽ മടിക്ക് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാമേ. അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയം ഏതാണ്ടായി. അപ്പോൾ അധികമായാൽ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? നമ്മുടെ ജീവിതം നായ നക്കി എന്നൊക്കെ പറയലേ, അങ്ങനെയായി പോവും. നമുക്കൊന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം അനുഭവിക്കാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.